ഓ എന്നൊക്കെ സഹിക്കണം ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ. എന്നാ പറ്റി? ഓ പിന്നെ വന്നു ഇവരിന്ന് ഞാൻ നിന്നോടൊക്കെ നീയായിരുന്നു ഇതെന്നാ കലിപ്പ്? വേറെ ആരാണ്ടാണല്ലോ പ്രതീക്ഷിച്ചിരുന്നേ. എടാ ഇത് തന്നെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അമ്മ ആരണ്ടോട് ദേഷ്യപ്പെടുന്ന കേട്ടിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് വന്നത്. നിങ്ങൾ കേൾക്കണം, ഞാൻ ഇന്ന് കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി. ആ സാധനം അല്ല ഇടാൻ വേണ്ടി ഞാൻ അവരോട് ഒരു പ്ലാസ്റ്റിക് കൂടി ചോദിച്ചു. അവർ പറഞ്ഞു പ്ലാസ്റ്റിക് നിരോധനം ചേച്ചി, പ്ലാസ്റ്റിക് കടയിൽ വെച്ചാൽ 2000 രൂപ ഞങ്ങൾക്ക് ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ സാധനം എല്ലാം ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴോ പഞ്ചായത്തിൽ നിന്ന് 3-4 പേര് നിൽക്കുക. ചേച്ചി പ്ലാസ്റ്റിക് എടുക്കാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പ്ലാസ്റ്റിക് ഇല്ലെന്നു. അന്നേരം അവരെന്നോട് പറയുവാണേ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ ഫൈൻ അടയ്ക്കണമെന്ന്. ഞാൻ ഓർക്കുമായിരുന്നു എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്ന്. എന്റെ അമ്മ നമ്മുടെ നാടൊന്നും നന്നാവുന്ന ഒരു ലക്ഷണവും ഇല്ല. ചേച്ചി സ്കൂട്ടർ എടുക്കാവോ? എനിക്ക് മറ്റേ വിസയുടെ കാര്യത്തിനായിട്ട് ഏജൻസി വരെ ഒന്ന് പോകണമായിരുന്നു. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, നീ പോയി മാസ്ക് എടുത്തോണ്ട് വാ. മാസ്കിനെത്തിനാ? കോവിഡ് ഒക്കെ കഴിഞ്ഞല്ലേ? ആ മോള് പുതിയ നിയമമൊന്നും അറിഞ്ഞില്ലേ? ഇപ്പൊ സ്കൂട്ടറിന്റെ പുറകിൽ സംസാരിച്ച ഫൈനാ. മാസ്ക് വെക്കുവാണെങ്കിൽ പിന്നെ ആരും അറിയത്തില്ലല്ലോ. നീ വിസ എടുത്ത് എവിടെ പോവാ? നമ്മളോടിപ്പോ ഒന്നും പറയത്തൊന്നും ഇല്ല. എന്റെ ഏട്ടായി പറയാതിരുന്നൊന്നും അല്ല, ഞാൻ ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി നോക്കുമായിരുന്നു. കിട്ടുമായിരുന്നെങ്കിൽ നശിച്ച നാട്ടിൽ നിന്ന് പോവായിരുന്നല്ലോ. സ്റ്റുഡന്റ് വിസയ്ക്കോ? എത്രയാ അവിടെ കയറി പോകുന്നതിന്? എടാ ഒരു 10-25 ലക്ഷം രൂപയൊക്കെ ആവും. കാശുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ച് എങ്ങനെയും കൊച്ചു കയറി പോട്ടെന്ന് വിചാരിച്ചിട്ടാ. അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ ഭാവി സെറ്റായല്ലോ. പിന്നെ പിള്ളേരുടെ ഭാവി? നിങ്ങളുടെ സംസാരം കേട്ടാ നിങ്ങളൊക്കെ യൂറോപ്യൻ കൺട്രി ജനിച്ചു വളർന്നാന്ന് തോന്നുന്നു, ഇത്ര കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ അവിടെ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അവിടെ പോയ എത്രയോ പിള്ളേർ പറയുന്നു അവിടെ പോയാൽ സുഖം ജീവിക്കാനെന്ന്. ഈ സുഖാന്ന് പിള്ളേരാണോ പറയുന്നത്, അവിടെ പേരൻസ് ആണോ പറയുന്നത്? അത് അവരുടെ പേരൻസാ പറയുന്നത്. പിന്നെ അവിടെ പോയാലെന്താ, പിള്ളേർക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കാലോ. പാർട്ട് ടൈം ജോലി? നിങ്ങളുടെ ഈ പിള്ളേരെ നാട്ടിൽ നിങ്ങൾ കാറ്ററിങ്ങിനോ അല്ല കോഫി ഷോപ്പിലോ പാർട്ട് ടൈമിനോ നാട്ടിൽ വിടുമോ? വല്ലോന്റെ നാട്ടിൽ വിടുന്നതിന് ഒരു കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം ജോലി, ഇവിടെ ചെയ്യുമ്പോൾ പുച്ഛം. അതല്ല ചേട്ടായി, ഇവിടെ നിന്നാലേ വഴിതെറ്റി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടെ എന്നെ അങ്ങ് വിടുന്ന ഇവര്. വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇടി നീ വഴിതെറ്റിപ്പോകത്തില്ലെന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ നീ ഏത് ലോകത്ത് നിന്നാലും നീ വഴിതെറ്റിപ്പോകത്തില്ല. പിന്നെ കള്ളും കഞ്ചാവൊക്കെ അതൊക്കെ ഇവിടത്തെക്കാളും കൂടുതൽ അവിടെ കിട്ടും. അതല്ലടാ, നമ്മുടെ നാട്ടിലേക്കാട്ടി സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ അവിടെ അല്ലേ? നിങ്ങൾ എന്നാറിനിട്ടായി പറയുന്നത്? യൂറോപ്യൻ കൺട്രീസിനേക്കാളും കൂടുതൽ മെഡിക്കലിൻ്റെ ആയാലും എഡ്യൂക്കേഷൻ്റെ ആയാലും സുരക്ഷയുടെ കാര്യത്തിലായാലും നമ്മുടെ കേരളം തന്നെ നമ്പർ 1. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല പിടുത്തമുണ്ടോ? ഇവിടെ ഒന്നും ശരിയാത്തില്ല ചേട്ടായി, ഇവിടെ മൊത്തം രാഷ്ട്രീയവും വർഗീയതും ഒക്കെയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് രാഷ്ട്രീയത്തെപ്പറ്റി അവർ ബോധറാവുന്നില്ല, വർഗീയതയെപ്പറ്റി ബോധറാവുന്നില്ല. ഫേസ്ബുക്കിൽ കുറേ പേരില്ലാത്തവന്മാർ വന്നിട്ട് വർഗീയത പറയുമ്പം അതിൻ്റെ ചോട്ടി പിടിക്കാൻ കുറേ പേര് കാണും. അത് കൂടുതൽ ഈ ചുമ്മാ ഒരു പണിയില്ലാത്തവന്മാരാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ട്. അത് നോക്കി ജീവിക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതം സുഖമാണ്. എടാ നീ പറഞ്ഞൊക്കെ ശരിയാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് എന്തിനാടാ എല്ലാവരും നാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നത്? ഈ പറയുന്ന നീ വരെ വിദേശത്ത് പോയിട്ട് വന്നതല്ലേ? ഞാൻ വിദേശത്ത് പോയിട്ട് വന്നതാണ്. നമ്മൾ പിന്നെ എല്ലാവരും എന്തിനാ ഈ പോകുന്നതെന്നറിയോ? നമ്മളെല്ലാം മലയാളികളായതുകൊണ്ട്. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് നിങ്ങളോട് പറയുകയാണോ അവിടെ ജീവിക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെന്തുകൊണ്ടാണ്? നിങ്ങൾ മലയാളിയായുണ്ട്. നിങ്ങൾ പറയും അവനവിടെ ഭയങ്കര സുഖമാണ്, എന്നിട്ട് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ചേച്ചി ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ജനലിൽ കൂടെ അപ്പുറത്തെ വീട്ടിൽ നോക്കത്തില്ലേ? അവിടെയും കറണ്ട് ഇല്ലേ നമുക്കൊരു സുഖം. അതുപോലൊക്കെ തന്നെ അപ്പുറത്തെ വീട്ടിലൊരു കാർ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കാർ വാങ്ങിക്കണമെന്ന് തോന്നത്തില്ലേ? കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂട്ടുകാരിയുടെ മോള് UK പഠിക്കാൻ പോയി. അവിടെ കൊച്ചിന് പോകാമെങ്കിൽ പിന്നെ എൻ്റെ കൊച്ചിനെ പഠിക്കാൻ വിട്ടാൽ ഇതാണ് മലയാളിയുടെ കുഴപ്പം. ഒരാൾ ചെയ്യുന്നതിൻ്റെ മേളിൽ കയറി ചെയ്യാൻ വേണ്ടി നോക്കും. എടി പുറത്ത് ഒത്തിരി പേര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നും പറഞ്ഞാൽ അവിടെ കഷ്ടപ്പാടും ദുരിതം ഇല്ലെന്നല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ച് തന്നെ അവർ ഈ നിലയിലെത്തിയത്. ഒരാളെ കണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഓരോ കഴിവുകളുണ്ട്. ആ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമി രാജാവിനെ പോലെ ജീവിക്കുക. നമ്മൾ ജംഗ്ഷനടുത്തും ബേക്കറി കിട്ടുമെന്ന് വിചാരിച്ചു, അതെങ്ങാനും സക്സസ് ആയി പോവുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ കൊണ്ടിടും. എന്നിട്ട് അവസാനം എന്നായി രണ്ടും കൂടെ പൊട്ടും. ഇത് എന്ന് മാറുന്നു അന്ന് നമ്മളൊക്കെ രക്ഷപ്പെടും.